ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാടാ. നിങ്ങളുടെ തമ്പനയിലിൽ പോലെ അതേടാ സ്പീച്ചസ് അല്ലേ, സ്പീച്ച് 8 മാർക്ക് ഉറപ്പ്, 8 മാർക്ക് ഉറപ്പായിട്ടുള്ള സ്പീച്ചാണ് സാർ. എങ്ങനെയാണ് സ്പീച്ച് എഴുതുക? 8 മാർക്കിന് സാറ് നേരത്തെ പറഞ്ഞുള്ള ഒരു വീഡിയോയിൽ 1.5 അല്ലെങ്കിൽ 1.25 ഭാഗം ഒരു പേജ് എഴുതണം എന്ന് അല്ലേ? എങ്ങനെ സാർ അത്ര എഴുതാൻ പറ്റും? അത്രയും കോണ്ടന്റ് ഒന്നും ഞങ്ങൾ എടുത്തില്ലല്ലോ. നോ വഴി, ജസ്റ്റ് ലെറ്റ്സ് ഗോ ടു ടോപ്പിക്. നോക്കൂ നിങ്ങൾ, അങ്ങനെ സ്പീച്ച് ഇതുപോലെ അല്ലേ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂടുതലുണ്ട് അല്ലേ? ഇതുപോലെ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ അങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗെറ്റ് റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്, മാക്സിമം ഷെയർ യുവർ ഫ്രണ്ട്സ് ടോ. അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോക്കോളൂ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ, വെരി വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് അടിക്കുക. രാവിലെ തന്നെ അല്ലേ അടിക്കട ഗുഡ് മോർണിംഗ്. അടുത്തത്, ഐ എം ഹാപ്പി ടു ബി ഹിയർ. ഭയങ്കര സന്തോഷം ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ, ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ദിസ് മൊമെന്റ്. ഈ അവസരത്തിൽ കുറച്ച് വാക്ക് സംസാരിക്കാൻ പറ്റുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് നോക്കോളൂ, ദിസ് ഒക്കേഷൻ ഈസ് വാല്യുബിൾ ഫോർ മീ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കോളൂ, ഫസ്റ്റ്ലി ആദ്യമായിട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ താങ്ക്സ് ടു ഗോഡ്. ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ആൻഡ് ടു ദ ഓർഗനൈസേഷൻ, സംഘാടക സമിതിക്കും, ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം നൽകിയതിന്, ടു ഡെലിവർ എ സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന ദൈവത്തിനും സംഘാടക സമിതിക്കും ഈ പ്രത്യേകമായ വേദിയിൽ ഞാൻ എല്ലാത്തിലും ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. എനിക്ക് കിട്ടിയ ഒരു ബഹുമതി പോലെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവസരത്തെ കാണുന്നത് കേട്ടോ. സി, ഐ സപ്പോസ് ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ് ഓൺ മൈ ടോപ്പിക്. ഞാൻ എൻ്റെ വിഷയത്തിൽ കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ആ വിഷയം എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികൾ എഴുതി കൊടുക്കണം. എന്താണ് ആ വിഷയം എന്ന് പറയുന്നത്? ആ ടോപ്പിക്കിന്റെ ഹെഡിങ് ഉണ്ടാവില്ലേ, അത് എഴുതി കൊടുക്കുക കേട്ടോ. ഐ വിൽ യു ആസ് വെരി ഈഗർ ടു ഹിയർ അബൌട്ട് ദിസ് ടോപ്പിക് അല്ലേ. നിങ്ങളെല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലഷർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. എല്ലാത്തിനും തള്ളി മറിക്കാനുള്ള കേട്ടോ. ടു ബി ഹിയർ, ഇവിടെ നിൽക്കാൻ പറ്റുന്നതിലും, ആൻഡ് ടോക്ക് സംതിങ് വിത്ത് യു, നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. ആസ് യു നോ, നിങ്ങൾക്കറിയുന്നത് പോലെ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടുഡേ. ഇതിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് ഏത് വിഷയം പ്രധാനപ്പെട്ടത് തന്നെയാടാ, അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഷയം, ലോക്കൽ വിഷയം നമുക്ക് പ്രസംഗിക്കാൻ തരുമോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് വൈ nowadays people are discussing on it. People discuss this topic അല്ലേ, people discuss this topic. ഡിസ്കസിന് ശേഷം എന്ത് വേണ്ട, അബൌട്ട് വേണ്ട കേട്ടോ. ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ഡിസ്കസിങ്. അബൌട്ടിന്റെ ആവശ്യമില്ല, പീപ്പിൾ ഡിസ്കസ് ദിസ് ടോപ്പിക് നോ, അല്ലെങ്കിൽ പീപ്പിൾ ആർ ഡിസ്കസിങ് ദിസ് ടോപ്പിക് നോ പറഞ്ഞാൽ മതി. ഡിസ്കസിന്റെ ശേഷം അബൌട്ട് ഉപയോഗിക്കലില്ല. ആ അബൌട്ട് ഉപയോഗിക്കലില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പീപ്പിൾ ആർ ഡിസ്കസിങ് തന്നെ ആയിക്കോളൂ കേട്ടോ, അത് കുഴപ്പമില്ല. യെസ്, ഓക്കെ. പീപ്പിൾ ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് ടോപ്പിക് ഇല്ലേ, അത് വെക്കണ്ട. പീപ്പിൾ ആർ ഡിസ്കസിങ് ദിസ് ടോപ്പിക്. ഈ ഡിസ്കസിന് ശേഷം എന്ത് വെക്കാൻ പാടില്ല, അബൌട്ട് വെക്കാൻ പാടില്ല എന്നുള്ളതാട്ടോ. ലെറ്റ് മീ സേ സംതിങ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടെ ആ വിഷയത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം, കുറച്ച് എഴുതി കൊടുക്കണം. ആ വിഷയത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഇവിടെ എഴുതി കൊടുക്കണം. ടോപ്പിക്കിനെ കുറിച്ചിട്ടോ, ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് എഴുതുക. ആ വിഷയത്തെ കുറിച്ചിട്ടോ കുറിച്ച് എഴുതുക, കുറിച്ച് എഴുതുക. ക്ലിയർ അല്ലേ? കുറിച്ച് എഴുതുക. ക്ലിയർ, റൈറ്റ്? എന്നിട്ടോ ആ വിഷയത്തെ കുറിച്ച് ഒരു 4-5 വരി നിങ്ങൾ ഇങ്ങനെ അല്ലെ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം എൻഡിൽ പറയാട്ടോ, നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കാട്ടോ. I have so much to say. എനിക്ക് ഇനി ഒരുപാട് പറയാനുണ്ട്. ബട്ട് our time is too short അല്ലേ, നമ്മുടെ സമയം എന്താണ് ഇവിടെ വളരെ ഷോർട്ടാണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കാട്ടോ. സോ ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ വേർഡ്സ്. ഞാൻ അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. Now let me stop my speech. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. താങ്ക് യു ഫോർ ഹാവിങ് മീ പേഷ്യൻ്റ്ലി. എന്നെ ക്ഷമയോട് കൂടി കേട്ടിരുന്നതിന് വളരെ നന്ദി. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. താങ്ക് യു, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗം നിർത്തുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ തന്നത് മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു 3 മാർക്കിൻ്റെ പോയിന്റ് അല്ലേ എൻ്റെ മക്കൾക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടതുള്ളൂ. അത് എഴുതി കൊടുത്താൽ 8 മാർക്കായില്ലേ മക്കളെ, 8 മാർക്കായില്ലേ. അപ്പോൾ 8 മാർക്ക് ഉറപ്പ് എന്ന് പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നോ തെറ്റ്, നോ തെറ്റ്. So get ready to learn the speech. Thank you very much. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫൈൻ. താങ്ക് യു വെരി മച്ച്. ബൈ.